എഡ്യൂക്കേഷൻ അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള PSCയുടെ വരുന്ന പരീക്ഷകളിൽ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ഏതാനും ചോദ്യങ്ങളാണ് നോക്കുന്നത്. PSC ബുള്ളറ്റിനിൽ നിന്നും എടുത്തിട്ടുള്ള ചോദ്യങ്ങളാണ്. ചോദ്യങ്ങളിലേക്ക് കടക്കാം. 2023 കേരളത്തിലെ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ സുവർണ ചകോരം നേടിയ ചിത്രം. 2023 കേരളത്തിലെ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ സുവർണ ചകോരം നേടിയ ചിത്രം ഈവിൾ ഡസ് നോട്ട് എക്സിസ്റ്റ്. ജാപ്പനീസ് ചിത്രമായ ഈവിൾ ഡസ് നോട്ട് എക്സിസ്റ്റ് ആണ് 2023 കേരളത്തിലെ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ സുവർണ ചകോരം നേടിയത്. മികച്ച സംവിധായകനുള്ള രജത ചകോരം നേടിയതാര്? മികച്ച സംവിധായകനുള്ള രജത ചകോരം നേടിയത് ഷോഖിർ ഖോലിക്കോവ്. ചിത്രം സൺഡേ. ഷോഖിർ ഖോലിക്കോവ് ആണ് മികച്ച സംവിധായകനുള്ള രജത ചകോരം നേടിയത്. മികച്ച ഏഷ്യൻ ചിത്രത്തിനുള്ള നെറ്റ് പാക്ക് പുരസ്കാരം നേടിയ ചിത്രം. മികച്ച ഏഷ്യൻ ചിത്രത്തിനുള്ള നെറ്റ് പാക്ക് പുരസ്കാരം നേടിയ ചിത്രം സൺഡേ ആണ്. മികച്ച ഏഷ്യൻ ചിത്രത്തിനുള്ള നെറ്റ് പാക്ക് പുരസ്കാരം നേടിയത് ഷോഖിർ ഖോലിക്കോവ് ആണ് സംവിധായകൻ. മികച്ച നവാഗത സംവിധായകനുള്ള രജത ചകോരം നേടിയതാര്? മികച്ച നവാഗത സംവിധായകനുള്ള രജത ചകോരം നേടിയത് ഫാസിൽ റസാഖ്. ചിത്രം തടവ്. ഫാസിൽ റസാഖ് ആണ് മികച്ച നവാഗത സംവിധായകനുള്ള രജത ചകോരം നേടിയത്. ഓഡിയൻസ് പോളിലൂടെ പ്രേക്ഷകർ തിരഞ്ഞെടുത്ത ചിത്രം. ഓഡിയൻസ് പോളിലൂടെ പ്രേക്ഷകർ തിരഞ്ഞെടുത്ത ചിത്രം തടവ്. തടവ് എന്ന ചിത്രമാണ് ഓഡിയൻസ് പോളിലൂടെ പ്രേക്ഷകർ തിരഞ്ഞെടുത്ത ചിത്രം. ഇന്ത്യയിൽ നിന്നുള്ള മികച്ച നവാഗത സംവിധായകനുള്ള KR മോഹനൻ പുരസ്കാരം. ഇന്ത്യയിൽ നിന്നുള്ള മികച്ച നവാഗത സംവിധായകനുള്ള KR മോഹനൻ പുരസ്കാരം നേടിയത് ഉത്തം കമാട്ടി. ഉത്തം കമാട്ടിക്കാണ് ഇന്ത്യയിൽ നിന്നുള്ള മികച്ച നവാഗത സംവിധായകനുള്ള KR മോഹനൻ പുരസ്കാരം ലഭിച്ചത്. ചിത്രം കർവാൾ. മികച്ച മലയാള ചിത്രത്തിനുള്ള നെറ്റ് പാക്ക് പുരസ്കാരം നേടിയ ചിത്രം. മികച്ച മലയാള ചിത്രത്തിനുള്ള നെറ്റ് പാക്ക് പുരസ്കാരം നേടിയ ചിത്രം ആട്ടം. ആട്ടമാണ് മികച്ച മലയാള ചിത്രത്തിനുള്ള നെറ്റ് പാക്ക് പുരസ്കാരം നേടിയത്. മലയാള സിനിമയിലെ നവാഗത സംവിധായകർക്ക് നൽകുന്ന ഫിപ്രസ്കി പുരസ്കാരം നേടിയതാര്? മലയാള സിനിമയിലെ നവാഗത സംവിധായകർക്ക് നൽകുന്ന ഫിപ്രസ്കി പുരസ്കാരം നേടിയത് ശ്രുതി ശരണ്യം. ചിത്രം B32 മുതൽ 44 വരെ. ശ്രുതി ശരണ്യത്തിനാണ് മലയാള സിനിമയിലെ നവാഗത സംവിധായകർക്ക് നൽകുന്ന ഫിപ്രസ്കി പുരസ്കാരം ലഭിച്ചത്. 2023 കേരളത്തിലെ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് പുരസ്കാരം നേടിയതാര്? ക്രിസ്റ്റോഫ് സനൂസി. ക്രിസ്റ്റോഫ് സനൂസിയാണ് 2023 കേരളത്തിലെ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് പുരസ്കാരം നേടിയത്. ആരാണ് ഈ സിനിമാ സംവിധായിക? കെനിയൻ സാംസ്കാരിക ജീവിതവും രാഷ്ട്രീയവും യുദ്ധവും പ്രണയ വൈവിധ്യങ്ങളും സ്ത്രീ പാരിസ്ഥിതിക രാഷ്ട്രീയവും പുതിയ തലങ്ങളിൽ ചർച്ച ചെയ്യുന്ന വനിത. കെനിയയിലെയും താൻസാനിയയിലെയും US എംബസികൾക്ക് നേരെ 1998 നടന്ന ഭീകരാക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ ചിത്രീകരിച്ച ഫ്രം എ വിസ്പർ ആദ്യ ചിത്രം. റഫീഖി പ്രശസ്ത സിനിമ. 28ാമത് കേരള അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിലെ സ്പിരിറ്റ് ഓഫ് സിനിമ ജേതാവ്. വനൂരി കഹിയു. വനൂരി കഹിയു ആണ് ഈ സംവിധായിക. കെനിയൻ സാംസ്കാരിക ജീവിതവും രാഷ്ട്രീയവും യുദ്ധവും പ്രണയ വൈവിധ്യങ്ങളും സ്ത്രീ പാരിസ്ഥിതിക രാഷ്ട്രീയവും പുതിയ തലങ്ങളിൽ ചർച്ച ചെയ്യുന്ന വനിതയാണ് വനൂരി കഹിയു. കെനിയയിലെയും താൻസാനിയയിലെയും US എംബസികൾക്ക് നേരെ 1998 നടന്ന ഭീകരാക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ ചിത്രീകരിച്ച ഫ്രം എ വിസ്പർ ആണ് വനൂരി കഹിയുവിൻ്റെ ആദ്യ ചിത്രം. റഫീഖിയാണ് വനൂരി കഹിയുവിൻ്റെ പ്രശസ്ത സിനിമ. 28ാമത് കേരള അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിലെ സ്പിരിറ്റ് ഓഫ് സിനിമ ജേതാവുമാണ് വനൂരി കഹിയു. 2023 ഗോവൻ രാജ്യാന്തര ചലച്ചിത്രമേളയിൽ മികച്ച സിനിമയ്ക്കുള്ള സുവർണ മയൂരം നേടിയ ചിത്രം. എൻഡ്ലെസ് ബോർഡേഴ്സ്. ഇറാനിയൻ ചിത്രം. സംവിധാനം ചെയ്തിട്ടുള്ളത് അബ്ബാസ് അമിനിയാണ്. ഇറാനിയൻ ചിത്രമായ എൻഡ്ലെസ് ബോർഡേഴ്സ് ആണ് 2023 ഗോവൻ രാജ്യാന്തര ചലച്ചിത്രമേളയിൽ മികച്ച സിനിമയ്ക്കുള്ള സുവർണ മയൂരം നേടിയത്. ഗോവൻ ചലച്ചിത്രമേളയിൽ മികച്ച സംവിധായകനുള്ള രജത മയൂരം നേടിയതാര്? സ്റ്റീഫൻ കോമന്തരേവ്. ചിത്രം ബ്ലാഗാസ് ലെൻസ്. സ്റ്റീഫൻ കോമന്തരേവാണ് ഗോവൻ ചലച്ചിത്രമേളയിൽ മികച്ച സംവിധായകനുള്ള രജത മയൂരം നേടിയത്. സത്യജിത്ത് റേ എക്സലൻസ് ഇൻ ഫിലിം ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് പുരസ്കാരം നേടിയതാര്? മൈക്കൽ ഡഗ്ലസ്. അമേരിക്കൻ നടനാണ്, നിർമ്മാതാവുമാണ് മൈക്കൽ ഡഗ്ലസ്. മൈക്കൽ ഡഗ്ലസ് ആണ് സത്യജിത്ത് റേ എക്സലൻസ് ഇൻ ഫിലിം ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് പുരസ്കാരം നേടിയത്.
ഗോവൻ ചലച്ചിത്രമേളയിൽ ഇന്ത്യയിൽ നിർമ്മിച്ച മികച്ച OTT സീരീസിനുള്ള പുരസ്കാരം നേടിയത്? പഞ്ചായത്ത് സീസൺ 2. പഞ്ചായത്ത് സീസൺ 2 എന്ന OTT സീരീസിനാണ് ഗോവൻ ചലച്ചിത്രമേളയിൽ ഇന്ത്യയിൽ നിർമ്മിച്ച മികച്ച OTT സീരീസിനുള്ള പുരസ്കാരം ലഭിച്ചത്. 2023 ഇന്ത്യൻ രാജ്യാന്തര ചലച്ചിത്രമേളയിൽ പുതിയതായി വിതരണം ചെയ്തു തുടങ്ങിയ പുരസ്കാരമേത്? മികച്ച വെബ് സീരീസ് OTT പ്ലാറ്റ്ഫോമുകളിലെ മികച്ച വെബ് സീരീസിനുള്ള പുരസ്കാരമാണ് 2023 ഇന്ത്യൻ രാജ്യാന്തര ചലച്ചിത്രമേളയിൽ പുതിയതായി വിതരണം ചെയ്തു തുടങ്ങിയത്. മികച്ച നടനുള്ള രജത മയൂരം നേടിയത്? മികച്ച നടനുള്ള രജത മയൂരം നേടിയത് പൗറിയ റഹീമി സാം. ചിത്രം എൻലെസ് ബോർഡേഴ്സ്. പൗറിയ റഹീമി സാമാണ് മികച്ച നടനുള്ള രജത മയൂരം നേടിയത്. മികച്ച നടിക്കുള്ള രജത മയൂരം നേടിയത്? മികച്ച നടിക്കുള്ള രജത മയൂരം നേടിയത് മെലാനി തിയറി. ചിത്രം പാർട്ടി ഓഫ് ഫൂൾസ്. മെലാനി തിയറിക്കാണ് മികച്ച നടിക്കുള്ള രജത മയൂരം ലഭിച്ചത്. എന്ന് മുതലാണ് ഗോവ ഇന്ത്യൻ രാജ്യാന്തര ചലച്ചിത്രമേളയുടെ സ്ഥിരം വേദിയായത്? 2004 മുതൽ. 35ാമത് എഡിഷൻ. 2004 മുതലാണ് ഗോവ ഇന്ത്യൻ രാജ്യാന്തര ചലച്ചിത്രമേളയുടെ സ്ഥിരം വേദിയായി മാറിയത്. സത്യജിത് റേ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് പുരസ്കാരം ആദ്യമായി നേടിയത്? സത്യജിത് റേ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് പുരസ്കാരം ആദ്യമായി നേടിയത് ബെർണാഡോ ബെർട്ടലൂച്ചി. ബെർണാഡോ ബെർട്ടലൂച്ചിയാണ് സത്യജിത് റേ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് പുരസ്കാരം ആദ്യമായി നേടിയത്. കേരളത്തിൻ്റെ 26ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ സ്പിരിറ്റ് ഓഫ് സിനിമ പുരസ്കാരം നേടിയ കുർദിഷ് ചലച്ചിത്രകാരിയാര്? ലിസ ചലാൻ. ലിസ ചലാനാണ് കേരളത്തിൻ്റെ 26ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ സ്പിരിറ്റ് ഓഫ് സിനിമ പുരസ്കാരം നേടിയ കുർദിഷ് ചലച്ചിത്രകാരി. 2019 കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിൽ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് പുരസ്കാരം നേടിയതാര്? ഫെർണാണ്ടോ സൊളാനസ്. അർജന്റീനിയൻ ചലച്ചിത്രകാരനായ ഫെർണാണ്ടോ സൊളാനസ് ആണ് 2019 കേരള അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് പുരസ്കാരം നേടിയത്. ഏത് വർഷമാണ് ഇന്ത്യൻ രാജ്യാന്തര ചലച്ചിത്രമേള തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ചത്? 1988. 1988 ഇന്ത്യൻ രാജ്യാന്തര ചലച്ചിത്രമേള തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ചത്. എന്ന് മുതലാണ് ഇന്ത്യൻ രാജ്യാന്തര ചലച്ചിത്രമേളയിൽ സത്യജിത് റേ എക്സലൻസ് ഇൻ ഫിലിം ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് പുരസ്കാരം വിതരണം ചെയ്തു തുടങ്ങിയത്? 1999. 1999 മുതലാണ് ഇന്ത്യൻ രാജ്യാന്തര ചലച്ചിത്രമേളയിൽ സത്യജിത് റേ എക്സലൻസ് ഇൻ ഫിലിം ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് പുരസ്കാരം വിതരണം ചെയ്തു തുടങ്ങിയത്. ഇന്ത്യയിലെ ആദ്യത്തെ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം എന്ന് എവിടെ ആരംഭിച്ചു? 1952 ജനുവരി 24 മുംബൈ. 1952 ജനുവരി 24 മുംബൈയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം ആരംഭിച്ചത്. 1978 ബെർലിൻ ചലച്ചിത്രോത്സവത്തിൽ ഒരു ഇന്ത്യൻ ചലച്ചിത്രകാരൻ ഉൾപ്പെടെ 3 അതുല്യ ചലച്ചിത്ര പ്രതിഭകളെ ആദരിച്ചു. ആരൊക്കെയാണ് ആദരിക്കപ്പെട്ടത്? ചാർലി ചാപ്ലിൻ, ഇൻഗ്മർ ബർഗ്മാൻ, സത്യജിത് റേ. ചാർലി ചാപ്ലിൻ, ഇൻഗ്മർ ബർഗ്മാൻ, സത്യജിത് റേ എന്നീ 3 അതുല്യ ചലച്ചിത്ര പ്രതിഭകളെയാണ് 1978 ബെർലിൻ ചലച്ചിത്രോത്സവത്തിൽ ആദരിച്ചത്. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.